രാജസദസ്സിന്റെ ജനാധിപത്യ ക്രമമനുസരിച്ചുള്ള തീരുമാനം തന്നെയാണ് പിന്നീട് നടപ്പിലായത്. ഭരതൻ തന്റെ രഥത്തിലേറി വനത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ശ്രീരാമചന്ദ്രനെ കാണാനായി വരുമ്പോൾ ദൂരെ നിന്നു തന്നെ ശ്രീരാമചന്ദ്രൻ കാണുന്നുണ്ട് ആ രഥത്തിനൊപ്പം പടയാളികളുമൊക്കെയായി ഒരു വലിയ സംഘം കടന്നു വരുന്നത്. അദ്ദേഹം ആദ്യം തിരിച്ചറിഞ്ഞത് എന്തായിരുന്നോ? തന്റെ കുടിലിൽ ഇരുന്നു കൊണ്ട് ആദ്യം താൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന്റെ അകക്കണ്ണിൽ മനസ്സിലാക്കിയത് തന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിന്ന് കാണുന്നത് പോലെ മൊബൈലോ ടെലഫോൺ സംവിധാനമോ അല്ലെ, പ്രകാശവശത്തേക്കാൾ വേഗം സഞ്ചരിക്കുന്ന മറ്റ് സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഭരതൻ തന്റെ രഥത്തിലേറി വരുമ്പോൾ അതിൽ വെൺകൊറ്റക്കുട കാണുന്നില്ല. ആ രഥത്തിൽ വെൺകൊറ്റക്കുട ഉണ്ടായിരുന്നില്ല. പക്ഷേ ദശരഥന്റെ രഥമാണ് കടന്നു വരുന്നത്. വെൺകൊറ്റക്കുട ആർക്ക് മാത്രം ഉപയോഗിക്കുവാനുള്ളതാണ്? മഹാരാജാവിന് മാത്രം ഉപയോഗിക്കുവാൻ. മഹാരാജാവ് അതിലില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുമ്പോൾ ഇതിനുശേഷമുള്ള അയോധ്യയിൽ നടന്ന മുഴുവൻ സംഭവ വികാസങ്ങളും ഒരു ചിത്രത്തിൽ എന്നതുപോലെ തന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന് അകക്കാമ്പിൽ കണ്ടു കഴിഞ്ഞു ശ്രീരാമചന്ദ്രൻ. തന്റെ താതൻ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. തുടർന്ന് എല്ലാ തരത്തിലും ശ്രീരാമചന്ദ്രനെ പ്രലോഭിപ്പിച്ചും പ്രാർത്ഥിച്ചും അനുനയിപ്പിച്ചും കരഞ്ഞും തന്റെ സഹോദര സ്നേഹം പ്രകടിപ്പിച്ചും ശ്രീരാമചന്ദ്രനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഭരതൻ പഠിച്ച പണി 18 നോക്കി. വിജയിച്ചുവോ? ശ്രീരാമചന്ദ്രന്റെ വ്യക്തിത്വ മഹാത്മ്യം, ദൈവികമാർന്ന വ്യക്തിത്വ മഹാത്മ്യം നമ്മൾക്കാർക്കും ഇല്ലാത്തത്. നമ്മളെ പഠിപ്പിക്കുകയാണെന്ന് ഓർക്കണം അല്ലെ. ഇത്തരത്തിലുള്ള ലാഭം, കാമം, ക്രോധം, മോഹം അല്ലെ, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അതിനതീതമായ ഔന്നത്യമാർന്ന വ്യക്തിത്വ തലത്തിൽ നിൽക്കുന്ന മഹാരഥനായ ശ്രീരാമചന്ദ്രന്റെ ചിന്തകളെ, മനസ്സിനെ ഒട്ടും തന്നെ ഭരതന്റെ വാക്കുകൾക്കോ പ്രേരണയ്ക്കോ യാചനകൾക്കോ ഒന്നും തന്നെ അതിന് വശംവദനാവുന്നില്ല. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൃത്യമായ റൂൾ ഓഫ് ലോ, രാജശാസനത്തിന്റെ തീരുമാനം നടപ്പിലാകുന്നത്. ശ്രീരാമചന്ദ്രന്റെ പ്രതീകമായി ശ്രീരാമ പാദുകങ്ങൾ, ശ്രീരാമന്റെ പാദുകങ്ങൾ അവിടെ നിന്നും സ്വീകരിക്കുകയാണ്. ശ്രീരാമനിൽ നിന്ന് ആ ശ്രീരാമ പാദുകങ്ങളുമായിട്ടാണ് അയോധ്യയിലേക്ക് ഭരതൻ മടങ്ങിപ്പോകുന്നത്. അവിടെ ചെന്നിട്ടോ ഭരതന്റെ പട്ടാഭിഷേകമല്ല നടത്തിയത്, പിന്നെയോ ശ്രീരാമ പാദ പട്ടാഭിഷേകമാണ് നടത്തിയത്. ശ്രീരാമന്റെ പാദങ്ങൾ അല്ലെ, അത് സിംഹാസനത്തിൽ വെച്ചിട്ട് ആ സിംഹാസനത്തിൽ പൂജ നടത്തി, പട്ടാഭിഷേകം നടത്തി. പ്രതീകമായി വെച്ചുകൊണ്ട് നന്ദിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോയി താൽക്കാലികമായ രാജഗേഹം പണിത് അവിടെ താമസിച്ചുകൊണ്ടാണ് ഭരതൻ അയോധ്യ അടുത്ത 14 വർഷങ്ങൾ ഭരിക്കുന്നത്. ആർക്കുവേണ്ടി? ശ്രീരാമചന്ദ്രന്റെ പ്രതിനിധി എന്നുള്ളത്. ഇക്കാലത്താണെങ്കിൽ എന്താ, നമ്മുടെ മുഖ്യമന്ത്രി
വേറെ എവിടേക്കെങ്കിലും പോകുന്നു, ചികിത്സാർത്ഥം പോകുന്നു, ഉപമുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് അവിടെ വന്നാൽ ആ കസേരയിൽ കയറി ഇരുന്നുകൊണ്ടാണ് ഭരിക്കുക, അല്ലേ? വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കോളേജ് ആയിക്കൊള്ളട്ടെ, പ്രിൻസിപ്പലിന് അവധി എടുക്കേണ്ടി വന്നു. അപ്പൊ പകരമായിട്ട് ആരെ വെച്ചു? വൈസ് പ്രിൻസിപ്പലിനെ വെച്ച് വന്നിരിക്കട്ടെ. അപ്പൊ ആ വൈസ് പ്രിൻസിപ്പൽ വന്ന് സത്യമായിട്ട് അവിടെ തന്നെ ഇരിക്കും, പ്രിൻസിപ്പലിന്റെ കസേരയിൽ തന്നെ ഇരിക്കും. യാതൊരു തർക്കമില്ല. കാലം മാറി, കഥ മാറി. അത്രത്തോളം നമ്മള് എന്താ അധികാരത്തിനും അവകാശത്തിനും അതേപോലെ തന്നെ തൻപ്രമാണിതത്തിനും തന്നിഷ്ടങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉദരം ഭരണത്തിന് വേണ്ടി നടക്കുന്ന ആളുകളുടെ ഒരു വലിയ, ദയവായി ക്ഷമിക്കുക, അല്ലേ, ഒക്കെ ഒരു സമൂഹമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ല, മനുഷ്യന്റെ പൊതുവായ സ്വഭാവത്തിൽ അപ്രിയ സത്യങ്ങൾ പറയരുതെന്നാ, അല്ലേ? അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല. നബ്രുയാ സത്യം അപ്രിയം, സത്യം പ്രിയാ ധർമ്മം പ്രിയാ നബ്രുയാ സത്യം അപ്രിയം. എങ്കിലും പറഞ്ഞ അപ്രിയ സത്യം ഞാൻ പിൻവലിക്കുന്നു, ഞാൻ ഈ എടുക്കുന്നു. കാരണം നമ്മുടെ യഥാർത്ഥ ലോകത്തിന്റെ, യഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ കണക്കുകൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ തീർച്ചയായും നമുക്ക് രാമായണവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ അതൊക്കെ നമ്മളെ കൂടുതൽ കൂടുതൽ സ്ഫുടം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്ത് സൂചിപ്പിച്ചത്. അപ്പോ ഞാനത് കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്. ലോകത്തിൽ ആദ്യമായി ഒരു റൂൾ ഓഫ് ലോ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തന്നെ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടത് രാമായണത്തിലാണ് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഇത്രയും സമയം എടുത്തത്. ഇനിയും നമുക്കറിയാം രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടേറെയായ ബിംബങ്ങളുണ്ട്, അല്ലേ? നമുക്കറിയാം ഒട്ടേറെയായ ബിംബങ്ങൾ. അതിൽ ഒരു ബിംബത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നു വരും. വനവാസകാലത്ത് തങ്ങളുടെ വള്ളിക്കൂടിൽ പഞ്ചവടിക്ക് മുന്നിൽ ഒരു സ്വർണമാൻ സീതാദേവിയെ പ്രലോഭിപ്പിക്കുന്നതിനായിട്ട് വരുന്നുണ്ട്. ആ സ്വർണമാൻ ആരായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആരാണ്? രാക്ഷസനായിട്ടുള്ള മാരീചനാണ്. മാരീചൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സീതാദേവിയുടെ അടുക്കിലേക്ക് വരുന്നത്? വേഷം മാറി രാവണന്റെ, അല്ലേ? ആ പ്രതീകത്തെ നമ്മൾ വളരെ പ്രധാനമാർന്ന ഒരു ബിംബമായി നമ്മുടെ ആധുനിക ജീവിതവുമായി കാണുവാനാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്കറിയാം, രാവണൻ മാരീചനെ സമീപിച്ച് സീതാപഹരണം നടത്തുന്നതിന് സഹായിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ മാരീചന്റെ മറുപടി എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്തായിരുന്നു മറുപടി? ഞാൻ ഇപ്പോൾ ഉടനെ ചാടി പുറപ്പെടാം, സീതയെ ഇങ്ങ് പിടിച്ചുകൊണ്ട് വരാമെന്നായിരുന്നോ? ഒരിക്കലുമല്ല. മാരീചൻ എന്ന രാക്ഷസൻ എല്ലാ തരത്തിലും വ്യക്തിത്വമുള്ള ആളായിരുന്നത് കൊണ്ട്, ഇല്ല പ്രഭു, എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവണൻ പറഞ്ഞത് എന്താണ്? നീ ഇത് പോയി ചെയ്തില്ല എങ്കിൽ എന്തു ചെയ്തു കളയും? നിന്നെ കൊന്നുകളയും. അപ്പൊ എന്തായാലും മാരീചന്റെ കാര്യം ഉറപ്പായി. സീതയെ പിടിക്കാൻ ചെന്നാൽ രാമൻ കൊല്ലും, സീതയെ പിടിച്ചില്ലെങ്കിലോ രാവണൻ കൊല്ലും, അല്ലേ? അപ്പോൾ ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ വളരെ കൃത്യമായി മാരീചന്റെ ഹൃദയ വൈഷമ്യങ്ങളെ, ബുദ്ധിമുട്ടുകളെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് കേൾക്കുക.
നന്നല്ല ദുഷ്ടായുധമേറ്റുനിര്യാണം, നന്നല്ല ദുഷ്ടായുധമേറ്റുനിര്യാണം, വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ, വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ, പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ, പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. ചുരുക്കമിതാണ്, എന്തായാലും രാവണന്റെ ആയുധമേറ്റു മരിച്ചാൽ തീർച്ചയായും എനിക്ക് നരകം ഉറപ്പാണ്. രണ്ടും സംഭവിക്കും, രണ്ടും സംഭവിക്കാൻ പോവാ. എന്റെ മരണം ഉറപ്പ്. അപ്പോ രാവണന്റെ ആയുധമേറ്റ് ഞാൻ മരിച്ചാൽ എനിക്ക് നരകം ഉറപ്പ്. എന്നാൽ പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ എന്താ പറയാ, രാമസായകമേറ്റു ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗപ്രാപ്തി കിട്ടും, എനിക്ക് സ്വർഗപ്രാപ്തി കിട്ടും. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലായ മാരീചന്റെ മുന്നിലാണ് ആരെയും ഭ്രമിപ്പിക്കുന്ന, അല്ലെ, ആർക്കും ഇഷ്ടം തോന്നുന്ന, സ്വർണത്തിന്റെ കളറുള്ള, സ്വർണത്തിന്റെ എന്താ പറയാ ടിപ്പണികളുള്ള ഒരു അതി വ്യത്യസ്തമായ മാൻ, അല്ലെ, മാൻപേട ഇങ്ങനെ ചാടി ചാടി തുള്ളി തുള്ളി പഞ്ചവടിയിലേക്ക് സീതയുടെ അടുക്കലേക്ക് ചെല്ലും. ഇവിടെ സീതയുടെ മുന്നിലെത്തുന്ന സ്വർണമാനിനെ ഒരു മികച്ച ബിംബമായി രാമായണത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വാൽമീകിയുടെ ഏറ്റവും മികച്ച ഒരു കവി എന്നുള്ള നിലയിൽ, ഏറ്റവും മികച്ച ഒരു വാഗ്മേയകാരൻ എന്നുള്ള നിലയിൽ, ഏറ്റവും കൃത്യമായ സഞ്ജയോടെ ഒരു പ്രതീകത്തെ പ്രതിഫലിപ്പിക്കുന്ന ആളെന്നുള്ള നിലയിൽ സീതയുടെ മുന്നിലെത്തുന്ന പേടമാൻ, സ്വർണ്ണമാൻ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെ പറയൂ. നമ്മുടെ മുന്നിലെത്തുന്ന ആ സ്വർണ്ണമാൻ, ഈ സ്വർണ്ണമാൻ നമ്മുടെ മുന്നിലാണ് എത്തുന്നത് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള അത്യാഗ്രഹത്തെ, അല്ലേ, എല്ലാ തരത്തിലുമുള്ള അത്യാഗ്രഹത്തെ, അതിമോഹത്തെ, അല്ലേ, ഇപ്പൊ എന്തു കണ്ടാലും എനിക്കും അത് വേണം എന്നുള്ള നമ്മുടെ വാഞ്ചയെ, അതിന് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നാണ് പറയുക. അതായത് നല്ല പണമുള്ള ആളുകൾ വാങ്ങിച്ചു കൂട്ടുന്ന കോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഭൗതിക സാമഗ്രികൾ, അല്ലേ. ഇപ്പോ ഇൻജിയോണിന്റെ കാറുണ്ട്, ബെൻസിന്റെ കാറുണ്ട്, അല്ലേ, അങ്ങനെ വളരെ മുന്തിയ ടൊയോട്ടയുടെ കാറുണ്ട്. ഇതിന് മാർഗമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് മോഹിക്കുന്നു, അല്ലേ. അയലത്തുകാരൻ വാങ്ങിയെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് വാങ്ങിക്കൂടാ? എനിക്ക് 7 സെന്റ് സ്ഥലമുണ്ട്, ഞാനത് കൊടുത്താൽ എനിക്ക് നല്ല വില കിട്ടും. ഞാൻ ആ 7 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് ബാക്കി വീണ്ടും വേറെയും കൂടെ കടം മേടിച്ചിട്ട് 35 ലക്ഷം ആക്കിയിട്ട് വില കൂടിയ കാറ് മേടിക്കും. ഇവിടെ സീതാദേവിയെ പ്രലോഭിപ്പിച്ച സ്വർണ്ണമാൻ എന്ന പ്രതീകം നമ്മുടെ എല്ലാം അത്യാഗ്രഹത്തെയും എല്ലാ തരത്തിലുമുള്ള അതിരു കവിഞ്ഞ വാഞ്ചയുടെയും പ്രതീകമായിട്ടാണ് നമ്മുടെ വാൽമീകി അവതരിപ്പിക്കുന്നത്. അത് പിന്നീട് എന്തായി മാറുമെന്നും അത് അനധിവിദൂര ഭാവിയിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. ഓരോ ബിംബങ്ങൾ, ഇങ്ങനെ നമുക്ക് പറയാൻ ഒട്ടേറെ ബിംബങ്ങൾ രാമായണത്തിലുണ്ട്, ഒട്ടേറെ ബിംബങ്ങൾ. അതിൽ എന്റെ മനസ്സിൽ പതിഞ്ഞ ബിംബമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായി ഇവിടെ, എന്റെ അഭിപ്രായമല്ല, പണ്ഡിത വരേണ്യന്മാരുടെ അഭിപ്രായമാണ് ഈ സ്വർണ്ണമാൻ എന്ന് പറയുന്ന മാരീചന്റെ
ബിംബമായിട്ട് നമ്മളിലേക്ക് നമ്മളെ സ്ഫുടം ചെയ്യുവാനായിട്ട് വാൽമീകിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ വിഭിന്നരാണോ? നമ്മളെയൊക്കെ കൃത്യമായി സ്ഫുടം ചെയ്യുവാൻ നമുക്കറിയാം. കൃത്യമായി നമ്മുടെയൊക്കെ അന്ധകരണത്തെ ദൈനംദിനം നമുക്ക് സോപ്പിട്ട് കഴുകാൻ പറ്റുമോ? തുണിയും അതുപോലെയുള്ള സാധനങ്ങളും സോപ്പിട്ടോ അല്ലാതെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കാം. നമ്മുടെ അന്ധകരണത്തെ നമ്മൾ എങ്ങനെയാണ് ശുചിയാക്കുക? നമ്മളിലെ നന്മയെ അല്ലെങ്കിൽ ആ സദ്ഗുണത്തെ തേച്ചു മിനുക്കി ദിനവും അത് കൂടുതൽ മിനുക്കമുള്ളതാക്കി തീർക്കുന്നത് എങ്ങനെയാണ്? രാമായണ പാരായണത്തിലൂടെ, അല്ലെങ്കിൽ മഹാഭാരത പാരായണത്തിലൂടെ, വേദങ്ങളുടെ പഠനത്തിലൂടെ, ഉപനിഷത്തുകളുടെ പഠനത്തിലൂടെ, കൃത്യമായ ഇടപെടലുകളിലൂടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ അന്ധകരണത്തെയും ദൈനംദിനം സ്ഫുടം ചെയ്യുമെങ്കിൽ നമ്മുടെ ശിഷ്ടജീവിതം, അല്ലെ, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുവാൻ നമുക്ക് കഴിയും. അല്ലെ, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുവാനുള്ള എല്ലാ തരത്തിലുമുള്ള എല്ലാ സംഗതികളും നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭ്യമാവും. ഇത് അവിതർക്കിതമായ രാമായണ മാസത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു പ്രഭാഷണം നടത്താൻ അവസരം കിട്ടിയപ്പോ വക്കീൽ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് തന്റെ അണ്ടകടഹം തുറന്നൊക്കെ പറയുകയാണ് എന്ന് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് ആത്യന്തികമായി നമുക്ക് നമ്മളെ സ്ഫുടം ചെയ്യുവാനുള്ള, നന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിച്ച് പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ നമ്മളെ സ്ഫുടം ചെയ്യുവാൻ, നമ്മളിലെ അഴുക്കിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുവാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള ശീലുകൾ രാമായണത്തിൽ കൃതകൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതിലൊരു ബിംബമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെ ഒട്ടേറെ ബിംബങ്ങൾ. ഒരു മിനിറ്റ്. പ്രിയമുള്ളവരെ, നമ്മൾ മാരീചനായി സീതാദേവിയുടെ മുന്നിലെത്തിയ സ്വർണ്ണമാനിനെ കണ്ടു. സ്വർണ്ണമാൻ നമ്മളെ എന്താണ് ദ്യോതിപ്പിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ കഥയോട്, ഈ സാഹചര്യത്തോടനുബന്ധിച്ച് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബിംബം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ലാതെ ലക്ഷ്മണരേഖ. കഥയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലക്ഷ്മണരേഖ എപ്പോഴാണ് ലക്ഷ്മണൻ ആ വള്ളിക്കുടിലിന്റെ ചുറ്റുമായി സീതാദേവിയെ ഉള്ളിലാക്കിക്കൊണ്ട് വരച്ചത്? കഥ നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഈ ലക്ഷ്മണരേഖ വരയ്ക്കുമ്പോൾ അതിന് ലക്ഷ്മണനെ പ്രകോപിപ്പിച്ച എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണ്, ലക്ഷ്മണനെ ചിന്തിപ്പിച്ച ഒരു പ്രകോപനം ആരിൽ നിന്നുണ്ടായിട്ടുണ്ട്? സീതാദേവിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ശ്രീരാമചന്ദ്രന്റെ അഭാവത്തിലാണ് ഈ സ്വർണ്ണമാൻ, അല്ലെ, സ്വർണ്ണമാൻ പേട കുണുങ്ങി നമ്മളെ വശ്യമായ രീതിയിൽ ആകർഷിക്കുന്ന തരത്തിൽ സീതാദേവിയുടെ മുന്നിലേക്ക് ഇങ്ങനെ മാൻപേട ഡാൻസ് ചെയ്ത് വന്നത്. അതെനിക്ക് കൂടിയേ തീരൂ, അല്ലേ? അങ്ങനെ കൂടിയേ തീരൂ എന്ന് പറഞ്ഞ് കൃത്യമായ വാശി പിടിക്കുന്ന
സീതാദേവിക്ക് മുമ്പിൽ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഇത് ഏതോ ചതിവാണ്, നമുക്കത് വേണ്ട, അല്ലേ? അതിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സീതാദേവി പറഞ്ഞെന്താ, അല്ലേ? ശ്രീരാമന്റെ അഭാവത്തിൽ നിനക്ക് അദ്ദേഹം ഇല്ലാതാവുമ്പോൾ നിനക്ക് എന്നെ ഭാര്യയാക്കാനാണോ എന്നുള്ള കടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നിർബന്ധിതനാവുകയാണ് ലക്ഷ്മണൻ. തന്റെ ജ്യേഷ്ഠത്തി അമ്മയെ എങ്ങനെയും സംരക്ഷിച്ചേ പറ്റുള്ളൂ. തന്റെ എല്ലാ തരത്തിലുമുള്ള, നമുക്കറിയാം ലക്ഷ്മണൻ എന്ന് പറയുന്നത് ആരുടെ പുനർജന്മമാണെന്ന് നമുക്കറിയാം. ക്ഷീരസാഗരശായിയായ മഹാവിഷ്ണുവിന്റെ, അല്ലേ, അദ്ദേഹം ശയനം നടത്തുന്നത്, അല്ലേ, അനന്തനാണ്. ആ അനന്തന്റെ പുനർജന്മമാണ് ലക്ഷ്മണൻ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? ആണല്ലോ. ആ ലക്ഷ്മണൻ തന്റെ ജ്യേഷ്ഠതയെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്നതിനായി വരച്ച വരയാണ്, എല്ലാ തരത്തിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വരച്ച വരയാണ് ആ ലക്ഷ്മണരേഖ. ആ സങ്കല്പരേഖയ്ക്ക് പുറത്തേക്ക് കടന്നാൽ ആപത്തുണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. നമ്മളെയും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. ഈ ബിംബത്തിലൂടെ, ലക്ഷ്മണരേഖയിലൂടെ മനുഷ്യന്റെ മുന്നിലേക്ക് ഈ ഇരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും എന്റെയും മുന്നിലൂടെ കൃത്യമായി ഒരു വര വരയ്ക്കുകയാണ്. യു ഹാവ് സം ലിമിറ്റേഷൻസ്. നിങ്ങൾക്ക് എന്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കടന്നാൽ നമ്മുടെ ജീവിതത്തിലെ, സാർവലൗകികമായ ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളിൽ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്മണരേഖ നമ്മൾ എപ്പോൾ കടക്കുന്നുവോ അപ്പോൾ നമ്മളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അത്യാപത്തുകൾ വന്നു ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് പ്രകൃതി നിയമമാണ്. ഇത് പ്രകൃതി നിയമമാണ്. നിങ്ങൾ ചെയ്തു നോക്കിക്കൊള്ളൂ. അത് അനുഭവം അപ്പോഴപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ലക്ഷ്മണരേഖയിൽ, അല്ലേ, നമ്മുടെ ഈ സ്വർണ്ണമാൻ വീണ്ടും പലതരത്തിലുള്ള പ്രചോദനങ്ങൾ നടത്തി അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് പുറകെ പോകുന്നു, അല്ലേ? അപ്പോൾ മറ്റൊരിടത്തുള്ള തന്നെ മറ്റൊരു രൂപത്തിൽ ഈ സ്വർണ്ണമാൻ മാരീചൻ വന്നിട്ട് നമ്മുടെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോവുകയും, അല്ലേ? ഇന്ന് 28-ാം ദിവസമാണ്, അല്ലേ? ഇന്ന് രാമരാവണ യുദ്ധം നടക്കുന്ന, പാരായണം നടക്കുന്ന ദിനം കൂടിയാണ്, അല്ലേ? ഇന്ന് 28-ാം ദിവസം. അപ്പോ രാമരാവണ യുദ്ധം നടക്കുന്ന, പറഞ്ഞതിൽ പിടിച്ചിട്ട് ഇപ്പൊ രാമരാവണ യുദ്ധം നടക്കുന്ന, പാരായണം നടക്കുന്ന ദിവസം എന്നുള്ള നിലയിലാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോൾ എന്തിലേക്കൊക്കെ വന്നു ഭവിച്ചുവെന്നും അത് രാവണന്റെ മരണത്തിനും വലിയ യുദ്ധത്തിനും ഒക്കെ ഭാഗമായി തീർന്നുവെന്നുമുള്ള കാര്യം നമുക്കറിയാം. മറ്റൊരു സൂചകം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ പറയാൻ ഒത്തിരിയുണ്ട്. ഇപ്പൊ ഞാൻ സ്വർണ്ണമാൻ എന്ന ബിംബത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, ലക്ഷ്മണരേഖയെ സൂചിപ്പിച്ചു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം. മാരീചൻ വന്ന് ഇപ്രകാരം സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ലങ്കയിലേക്ക് സീതാദേവിയെ കൊണ്ടുപോകുന്നത് എന്തിനാ, ഏത് വാഹനത്തിലാണ് കൊണ്ടുപോയത്? പുഷ്പക വിമാനത്തിലാണ് കൊണ്ടുപോയത്. പുഷ്പക വിമാനം എന്നുള്ളതും ഒരു ബിംബമായി നമ്മൾ കാണുക. അല്ലെങ്കിൽ 7000 വർഷങ്ങൾക്ക് മുമ്പ്, 7500 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം, ഇല്ലേ? റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചിട്ട് നൂറ്റാണ്ടുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 2700 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് രാമൻ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോ അതിനും മുൻപാണ് 5219 5219 പ്ലസ് 2023
25 ഏതാണ്ട് 7500 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ പുഷ്പക വിമാനം, അങ്ങനെ വിമാനം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ എത്രത്തോളം ആ മഹാമനീഷിയുടെ, ഒരിക്കലും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇതൊരാൾ തന്നെ എഴുതിയതാണോ എന്നുള്ളത്, അല്ലെ? പലതവണയായിട്ട് ഇത് സഞ്ചരിപ്പിച്ച് ഒന്നാക്കി തീർത്ത മഹത് ഗ്രന്ഥമാണ്. നമ്മൾ കാണുന്ന പുഷ്പക വിമാനം എന്ന കോൺസെപ്റ്റ് ഈ 7500ഓളം വർഷങ്ങൾക്ക് മുമ്പ് വാൽമീകി എന്ന മഹാകവി നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ, ഇങ്ങ് ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് റൈറ്റ് സഹോദരന്മാർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഒക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് എന്ന് ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത് പുഷ്പക വിമാനത്തിലാണ്. പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് യാത്ര ചെയ്യവേ മറ്റൊരു പ്രതീകം കൂടി, മറ്റൊരു ബിംബം കൂടി കടന്നു വരുന്നുണ്ട്, കഥാപാത്രം കൂടി കടന്നു വരുന്നുണ്ട്. ആരാണ്? ജഡായു, അല്ലേ? ഇതെല്ലാം ഓരോ ബിംബമായിട്ട് നമ്മൾ കാണുക. പുഷ്പക വിമാനത്തിന്റെ പ്രതീകാത്മകതയ്ക്ക് മാറ്റം വരുന്നത് അത് അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും ചിഹ്നമായി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചുവെങ്കിൽ, രാമരാവണ യുദ്ധത്തിന് ശേഷം, ലങ്കാപതിയുടെ പതനത്തിന് ശേഷം വിഭീഷണൻ ലങ്കാപതിയായി ശ്രീരാമചന്ദ്രനോട് അങ്ങ് ഇവിടെ തന്നെ വാഴുക. രാവണൻ അതിസമ്പന്നനായിരുന്നു, വലിയ കോട്ടകൊത്തളങ്ങൾ ലങ്കയിൽ പഴുതു വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഭരിച്ചുകൊണ്ട് അങ്ങ് ഇവിടെ കഴിയുക, ഈ പുഷ്പക വിമാനം അങ്ങ് എടുത്തുകൊള്ളുക. ഇതെല്ലാം പറയുമ്പോഴും ശ്രീരാമചന്ദ്രൻ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് തനിക്ക് യാത്രയ്ക്കായി, തനിക്കും തന്റെ സംഘത്തിനും യാത്രയ്ക്കായി പുഷ്പക വിമാനം കൊണ്ടുപോകുവാനുള്ള വിഭീഷണന്റെ അഭ്യർത്ഥന മാനിക്കുന്നു. ആ പുഷ്പക വിമാനത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ തന്റെ പാദുകങ്ങൾ വെച്ച് പ്രവേശിക്കുമ്പോൾ പുഷ്പക വിമാനത്തിന്റെ പ്രതീകം എന്താണ്? അപ്പോൾ ആ ബിംബം നമുക്ക് നൽകുന്ന അർത്ഥം ഏത് തലത്തിലാണ്? ദയവായി ചിന്തിക്കുക. അപ്പോൾ തന്നെ ശ്രീരാമ പട്ടാഭിഷേകം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ നടന്നു കഴിഞ്ഞിരുന്നു. തന്റെ കൂടെ യുദ്ധം ചെയ്ത വാനരസേനയിൽ അവശേഷിക്കുന്ന മരണപ്പെട്ടുപോയ വാനരന്മാരുടെ പത്നിമാരൊക്കെയും അതിൽ ഒപ്പം വന്ന് ഈ പുഷ്പക വിമാനത്തിൽ ഏറ്റിക്കൊണ്ടു പോകുവാൻ സീതാദേവി തയ്യാറാവുന്നു ശ്രീരാമചന്ദ്രന്റെ അഭ്യർത്ഥനയനുസരിച്ച്. അങ്ങനെ ഒരു വലിയ ഒരു സംഘമാണ് പുഷ്പക വിമാനത്തിൽ ലങ്കയിൽ നിന്നും തിരികെ അയോധ്യയിലേക്ക് പോകുന്നത്. ഈ പുഷ്പക വിമാനം രാമായണത്തിലെ 2 ഘട്ടങ്ങളിൽ നമ്മളിലേക്ക് ചെലുത്തുന്ന എന്ത് തരത്തിലുള്ള പ്രാതിനിധ്യ സ്വഭാവമാണ് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുക. ഒന്ന്, അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും ഭാവമായിരുന്നുവെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ കൈവശം അത് വരുമ്പോൾ അത് ലാളിത്യത്തിന്റെയും എല്ലാ തരത്തിലുള്ള മഹത്വത്തിന്റെയും പ്രതീകമാകുന്നു. ഒപ്പം തന്നെ അദ്ദേഹം അയോധ്യയിലെത്തിയ ശേഷം ഒപ്പമുണ്ടായിരുന്ന വിഭീഷണന് പുഷ്പക വിമാനം തിരികെ നൽകുന്നു. ഇത് എനിക്ക് വേണ്ട, ഇത് എനിക്ക് വേണ്ട. നമ്മൾ കണ്ടല്ലോ ജഡായു എന്ന പക്ഷിയെ. ആ ജഡായു എന്ന പക്ഷിവര്യൻ എന്തുകൊണ്ടാണ് ഒരു കഥാപാത്രം എന്നുള്ള നിലയിൽ ലക്ഷ്മണനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത്? നമുക്കറിയാം, കേവലം ഒരു പക്ഷി പോലും തന്റെ സ്വധർമ്മം അനീതിക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്നുള്ള മഹത്തായ സന്ദേശമാണ് ജഡായുവിലൂടെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ സന്ദർഭങ്ങളും കൃത്യമായി ഓരോ ഭാഗവും നമ്മൾ പറഞ്ഞു വരുമ്പോഴും
സീതാപഹരണത്തിന് ശേഷം ലങ്കയിലേക്ക് പോകുന്ന രാവണനെയും രാവണന്റെ പുഷ്പക വിമാനത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ജടായു യുദ്ധം ചെയ്യുമ്പോൾ അവിടെ മരണമറ്റ് വീഴുന്ന ജടായു എന്ന ആ പക്ഷിശ്രേഷ്ഠന്റെ പ്രതീകം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെ എവിടെയും പോരിടുവാനുള്ള ഒരുവന്റെ യഥാർത്ഥ സ്ഥൈര്യം, യഥാർത്ഥ ചുണ അത് പുറത്തെടുക്കണമെന്നുള്ള നമ്മളോട് കാണിച്ചു തരുന്ന ആ വാശിയാണ് അല്ലേ? ഇതേപോലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ മറ്റൊരു ചെറിയ കഥാപാത്രമുണ്ട്. അത് അയോധ്യാകാണ്ഡത്തിലെ കേവടൻ എന്ന കഥാപാത്രമാണ്. കേവടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വനവാസത്തിനായി സരയൂ നദിക്കരയിലെത്തുന്ന ശ്രീരാമ ലക്ഷ്മണാദികളെ സീതാദേവിയോടൊപ്പം സരയൂ നദിക്കരയിലെത്തുമ്പോ അവിടെ ഒരു കടത്തുകാരൻ ഉണ്ടായിരുന്നു. ആ കടത്തുകാരന്റെ പേരാണ് കേവടൻ. കേവടൻ അവിടെ ശ്രീരാമ ഭക്തിയിൽ എല്ലാ തരത്തിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നയാളാണ്. ശ്രീരാമന്റെ ആഗമനം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എത്തുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എത്തി തന്റെ തോണിയിലേറി സരയൂ നദിയുടെ അക്കരയ്ക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കേവടൻ അത്യധികം ആഹ്ലാദിക്കുന്നു, അത്യധികമായി ആഹ്ലാദിക്കുന്നു. ഒപ്പം തന്നെ അയാൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. തന്റെ ദേവനായ ശ്രീരാമചന്ദ്രൻ കേവടന്റെ തോണിയിലേറി അക്കരയ്ക്ക് പോകുന്നു എന്ന വർത്തമാനം കേവടൻ തന്നെ മനസ്സിലാക്കുന്ന സമയത്ത് സന്തോഷാധിക്യത്തോടൊപ്പം തന്നെ ഭയപ്പാടുമുണ്ടാകുന്നു. എന്താണ്? ശ്രീരാമപാദങ്ങൾ തന്റെ ഈ തടി കൊണ്ടുണ്ടാക്കിയ ബോട്ടിലേക്ക് അല്ലെങ്കിൽ വള്ളത്തിലേക്ക്, വഞ്ചിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഈ തോണിക്ക് രൂപാന്തരം സംഭവിക്കുമോ? ശിലയായ അഹല്യയെ മോക്ഷം നൽകിയ ആളാണ്. അഹല്യ മോക്ഷം നൽകിയ ആളാണ്. അപ്പോ ഈ കേവലനായ കേവടൻ, ആ കേവടൻ ഭയപ്പെടുകയാണ്. തന്റെ തോണി മറ്റൊരു രൂപഭാവത്തിലേക്ക് മാറിയിട്ട് തന്റെ ജീവനോപാധി ഇല്ലാതാവുമോ എന്ന് ഒരു നിമിഷം അത് ചിന്തിച്ചു പോയി. അല്ലെ? പ്രപഞ്ചത്തിന്റെ പൊരുൾ അറിയുന്ന ശ്രീരാമദേവനുണ്ടോ കേവടന്റെ മനോഗതം അറിയാതുണ്ടോ? അല്ലേ? അപ്പൊ പെട്ടെന്ന് തന്നെ ശ്രീരാമചന്ദ്രനാണ് കേവടന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. അപ്പോ വളരെ തൊഴുതു പിടിച്ചിട്ട് കേവടൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അങ്ങയുടെ കാലിലെ പൊടികൾ ഈ ഭക്തനായ ഞാൻ കഴുകി തുടച്ചുകൊള്ളട്ടെ. ഉള്ളിലിരിപ്പ് മനസ്സിലായോ കേവടന്റെ? അപ്പോ ഇതെല്ലാം അറിയുന്ന, പ്രപഞ്ചത്തിന്റെ പൊരുളറിഞ്ഞ ശ്രീരാമദേവൻ അനുവദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ തന്റെ ദേഹത്തണിഞ്ഞിരുന്ന വേഷ്ടിയിലെ ഒരു ഭാഗം എടുത്ത് വെള്ളത്തിൽ നനച്ചിട്ട് കൃത്യമായി ശ്രീരാമപാദുകങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടയ്ക്കുകയാണ്. അതിലും ഏറ്റവും നല്ല ഒരു പ്രത്യേകത കേവടനിലൂടെ അവിടെ പറയുന്നത്, പറയാനുള്ളത് നേരിട്ട് നോക്കി, മുഖത്ത് നോക്കി പറയുവാനുള്ള ത്രാണി, വ്യക്തിത്വം നമ്മളിൽ ഓരോരുത്തരെയും സന്നിവേശിപ്പിക്കുവാനുള്ള ഒരു വലിയ ശീലം കൂടി ആ കഥയിൽ നിന്ന് ആ ഒരു കഥയിൽ നിന്ന് നമ്മളിലേക്ക് രാമായണത്തിൽ നൽകുന്നുണ്ട്. അതാണ് അവര് 3 പേരും കേവടനും വഞ്ചിയിലേക്ക് കയറുന്നു. വഞ്ചിയിലേക്ക് കയറി കഴിയുമ്പോൾ ശ്രീരാമദേവൻ ഇദ്ദേഹത്തിന് എല്ലാ തരത്തിലും സംപ്രീതനാകുന്നു കേവടനിൽ. പക്ഷെ അവിടെ കേവടൻ എന്താണ് ചെയ്തതെന്നറിയാമോ? കേവടൻ നേരെ അക്കരയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയല്ല ചെയ്തത്. സാധാരണ നമ്മൾ അക്കരയ്ക്ക് പോകാൻ എന്ത് ചെയ്താൽ മതി? തോണിയിൽ കയറി നേരെ തുഴഞ്ഞ് അക്കരയ്ക്ക് പോയാൽ മതി.
അവിടെ കേവടൻ ഒരു വേല കാണിച്ചു. എന്താണെന്ന് അറിയാമോ? കേവടൻ ഈ നദി, സരയൂ നദിയുടെ ഒരു ഭാഗത്തെത്തിയിട്ട് ചുറ്റും, അതായത് സർക്കിളിൽ തുഴയാൻ തുടങ്ങി, ഒരു വൃത്തത്തിൽ തുഴയാൻ തുടങ്ങി. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ, ഈ സംസാര ചക്രത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തന്ന് ആത്യന്തികമായ മോക്ഷം എനിക്ക് നൽകണേ എന്ന് കൃത്യമായി. അല്ലെങ്കിൽ രാമഭഗവാൻ ഭയന്നു പോയില്ലേ? എന്ത് കാണിക്കുന്നത്? വട്ടത്തിൽ കറങ്ങുന്നു അല്ലേ? നദിക്ക് പക്കരയ്ക്ക് കിടക്കുന്നതിന് വേണ്ടി സ്ട്രെയിറ്റ് തുഴഞ്ഞു പോകേണ്ട കേവടൻ നദിയുടെ മധ്യത്തിൽ ചെന്നിട്ട് വട്ടത്തിൽ കുറെ നേരം തുഴയുകയാണ്. റൗണ്ടിൽ ഒരു ചക്രമായി. അതിൽ നിന്ന് ദ്യോതിപ്പിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ? പൊരുളെല്ലാം അറിയുന്ന രാമചന്ദ്രൻ എന്താ ചെയ്തത്? ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവനമുക്തി, ആത്യന്തികമായി മോക്ഷം നൽകിക്കൊണ്ട് പുനർജന്മമില്ലാതെ ആത്യന്തികമായ മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള വരം നൽകിയാണ് കേവടനെ സരയൂ നദിക്ക് അക്കരെ എത്തിച്ചിട്ട് പോകുന്നത്. ഞാനിവിടെ സന്ദർഭവശാൽ ഇത് പറഞ്ഞത് കേവടൻ ജഡായു എന്ന ഒരു കേവല പക്ഷിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് നമ്മളിലേക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് പറഞ്ഞു. കേവടൻ എന്ന കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമില്ല. നമുക്കറിയാം, ഒട്ടേറെ കഥാപാത്രങ്ങൾ രാമായണത്തിൽ അമിത പ്രാധാന്യമില്ലാത്തതുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഊർമിള എന്ന കഥാപാത്രത്തെ. ഊർമിള എന്ന ലക്ഷ്മണനൊപ്പം അല്ലേ കാട്ടിലേക്ക് വരുവാൻ തയ്യാറായ, പക്ഷേ അതിന് തടസ്സപ്പെടുത്തിയ ഊർമിള എന്ന കഥാപാത്രത്തെ. ഊർമിളയും ഒരു ഭാര്യയാണ്, സീതാദേവിയെ പോലെ, ലക്ഷ്മണ ഭഗവാന്റെ അല്ലേ. പക്ഷേ ഊർമിളാദേവിയെ വേണ്ടും വണ്ണം കൃത്യമായി ഒരു ദുഃഖ കഥാപാത്രമായി മാത്രം നിലനിർത്തിയാണ് അതിൽ വിവരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ. അത് മനഃപൂർവം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ഊർമിളമാർ അല്ലേ, ഒട്ടേറെ ഊർമിളമാർ നമ്മുടെ ചുറ്റും ഇപ്പോഴുമുണ്ട്. പലതരത്തിലുള്ള വേദനകളും സങ്കടങ്ങളിലും പെട്ട ഉഴലുന്ന നിത്യജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള വേദനകൾ അനുഭവിക്കുന്ന ഊർമിളമാർ. ആ ഊർമിളമാരെ നമ്മൾ കാണാതെ പോകരുതെന്ന് കൂടി ഓർമ്മിപ്പിക്കുവാനാണ് ആദികവി ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, ഊർമിളയെ പോലെയുള്ള കഥാപാത്രങ്ങളെയും രാമായണത്തിൽ, കഥാപാത്രങ്ങൾ തന്നെ ഉദ്ദേശിച്ചത്, പാത്ര സൃഷ്ടികൾ കൃത്യമായി നടത്തിയിട്ടുള്ളത്. അപ്പോ കേവടൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എന്ത് മൗലിക തത്വമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉൾക്കൊണ്ടത്? ഞാൻ തീർത്തും പറയും, എവിടെയും ആരുടെ മുന്നിലുമായിക്കൊണ്ട് തനിക്ക് കൃത്യമായി പറയുവാനും പങ്കുവയ്ക്കുവാനുമുള്ള കാര്യങ്ങൾ ഉചിതമായ ഭാഷയിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ആർജവമാണ് കേവടനിലൂടെ നമ്മളിലേക്ക് ഒരു കഥയായിട്ട്, കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നു. ഇനിയും നമുക്കറിയാം, ഒട്ടേറെയായ ഇതേപോലെയുള്ള ബിംബങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. എല്ലാ തരത്തിലും ഏറെ കാരണം നമുക്ക് അടുത്തൊരു വിഷയം എടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ വീണ്ടും പറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാം മുന്നിൽ, ഭഗവാന്റെ മുന്നിൽ എന്റെ ഈ വാക്കുകൾ പ്രാർത്ഥനയായി അതീവ ഭക്തി നിർഭരതയോടെ, ഏറെ എളിമയോടെ, ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.